ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ സംസ്ഥാനത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താ? ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി അല്ലേ? സംസ്ഥാനത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കറണ്ട് കട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പം 2ഉം 3ഉം വട്ടമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരിക്കൽ ഒരു കറണ്ട് പോയി. അത് ശേഷം 8:30-ക്ക് പോയിട്ട് പിന്നെ 9 മണി അടുപ്പിച്ച് വന്നു. പിന്നീട് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും പോയി. അപ്പോഴും ഇതേപോലെ തന്നെ വീണ്ടും ഒരു ഏറെക്കുറെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നും കറണ്ട് വരുന്നത്. പിന്നീട് രാത്രി 11:30-ക്ക് 11:30-യോ 11:45-ഓ ആ സമയത്ത് പോയിട്ട് പിന്നും 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും കറണ്ട് കട്ട് വന്നത്. അപ്പം കറണ്ട് തിരിച്ചു വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്നും അത് 10 മുതൽ 15 മിനിറ്റ് വരെ, കൂടിപ്പോയ ഒരു 20 മിനിറ്റ് വരെ ഒരു നേരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇന്നലെ തന്നെ 3 സമയം ഉണ്ടായി. ഇതേപോലെ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യുത പ്രതിസന്ധി ഒരു ഭയങ്കര പ്രശ്നമാണ്. അത് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയം നമ്മൾ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. സംസ്ഥാനത്ത് ഈ വൈദ്യുത പ്രതിസന്ധിക്കുള്ള കാരണം മഴ കുറഞ്ഞതാണെന്നാണ് മന്ത്രി സണ്ണി ജോസഫിന്റെയും സർക്കാരിന്റെയൊക്കെ വാദം. അത് പൂർണ്ണമായും ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചും എൽനിനോ പ്രതിഭാസം സംബന്ധിച്ചും മുന്നറിയിപ്പൊക്കെ ഉണ്ടായിട്ടും വകുപ്പ് ആവശ്യമായ മുൻകരുതൽ നടത്തിയിരുന്നോ? LDF സർക്കാർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ റദ്ദാക്കിയെങ്കിലും പ്രതിസന്ധിക്ക് മുന്നേ തന്നെ UDF സർക്കാർ കരാർ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ വിഷയം ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കാൻ പോവുകയാണ്. പവർ കട്ടിന് മഴയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? വിശകലനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ദാസ് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ കറണ്ട് പോകൽ പ്രതിസന്ധി അതല്ലെങ്കിൽ വൈദ്യുത പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. അത് അതിരൂക്ഷമാണെന്ന് കഴിഞ്ഞ ദിവസം KSEB ചെയർമാൻ തന്നെ പറഞ്ഞു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് 2025 ജൂലൈ മാസത്തെ 2025 ജൂലൈ മാസവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ കുറവ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദനത്തിലുണ്ട്. അണക്കെട്ടുകളിലൊന്നും കാര്യമായ വെള്ളമില്ല. മഴ പ്രതീക്ഷിച്ചത്ര മഴ കിട്ടിയിട്ടില്ല. ഇനിയിപ്പം നിലവിലുള്ള സംഭരിച്ച് വച്ചിരിക്കുന്ന ജലം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ മഴ നീണ്ടു നിൽക്കുമോ എന്നറിയില്ല. കുടിവെള്ളക്ഷാമമൊക്കെ നമുക്ക് അത് വേണമെങ്കിലും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജലം അമിതമായി ഉപയോഗിക്കുന്നതിലും ഒരു നിയന്ത്രണമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ KSEB ചെയർമാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേപോലെ സമാനമായ രീതിയിൽ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രതിസന്ധി ഉടനൊന്നും അവസാനിക്കില്ല എന്നൊരു സൂചന തന്നെയാണ് വകുപ്പും KSEBയും ഒക്കെ നൽകുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും പഴിക്കുന്നത് മഴയാണ്. അങ്ങനെ പഴിക്കുമ്പോഴും ശരിയാണ്, മഴയ്ക്ക് കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല സർക്കാർ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ട് 10-60 ദിവസം ആവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പഠിക്കാനും അറിയാനും ഒക്കെ കുറച്ചധികം സമയം കൊടുക്കണം. എന്നിരുന്നാൽ പോലും അർജുൻ, ഇതിപ്പോൾ നമുക്ക് മഴയെ മാത്രം പഴിച്ച് അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരു മുൻകരുതൽ പാളിച്ച ഉണ്ടായിട്ടില്ലേ ഈ വിഷയത്തിൽ? സേതു, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഇപ്പോൾ ഈ പവർ കട്ടിൻ്റെ അത് അനുഭവിക്കുകയാണ്. ചൂടായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ട് രാത്രി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇതിനകത്ത് സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു പാളിച്ച സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട്. അത് ആസൂത്രണത്തിലെ പിഴവാണ്. മഴയെ തന്നെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എടുക്കാം. ഈ പവർ കട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിക്ക് കാരണം മഴ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഴ കുറഞ്ഞതോടുകൂടി ഈ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു. നമ്മുടെ ഡാമുകളിലൊക്കെ 60% വെള്ളം ഉണ്ടാകേണ്ടത് ഇപ്പോൾ 28% മാത്രമാണ്. ഈ വൈദ്യുത പദ്ധതികൾ ഉപയോഗിക്കുന്ന അണക്കെട്ടുകളിലെയൊക്കെ വെള്ളത്തിൻ്റെ അളവ്. അതോടൊപ്പം അത് ഈ വൈദ്യുതി ഉൽപ്പാദനവും വലിയ തോതിൽ കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അതുകൊണ്ട് മഴ പ്രധാനപ്പെട്ട ഒരു ഘടകമായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാരണമാണ്. അതേസമയത്ത് ഈ എൽനിനോ പ്രതിഭാസം ഉണ്ടാകും, സംസ്ഥാനത്ത് കാലവർഷം ദുർബലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പല ഏജൻസികളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒക്കെ മുന്നറിയിപ്പ് നൽകിയതാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല വകുപ്പ്. പ്രധാനപ്പെട്ട കാരണമായി പറയേണ്ടത് ഈ വേനൽക്കാലത്ത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മഴക്കാലത്ത് തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് വൈദ്യുതി വാങ്ങിയത്. ഇപ്പോൾ മഴയുമില്ല, ഈ വൈദ്യുതി തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയായി. അത് ഈ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ ദീർഘകാല വൈദ്യുതി കരാറുകളാണ് സംസ്ഥാനത്ത് വൈദ്യുതി വിതരണത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നത്. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് റെഗുലേറ്ററി കമ്മീഷനാണ് റദ്ദാക്കിയത്. ആര്യാടൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഇത്തരം ദീർഘകാല വൈദ്യുതി കരാറുകളൊക്കെ തുടങ്ങിയത്. അതിന്റെ ആനുകൂല്യം
വേണമെങ്കിൽ കഴിഞ്ഞ സർക്കാരിനാണ് ലഭിച്ചത് എന്ന് പറയാം. പിന്നീട് അത് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കി വീണ്ടും അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞ സർക്കാരൊക്കെ വലിയ ശ്രമം നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു. ഈ സർക്കാർ വന്നപ്പോഴും അത്തരത്തിലുള്ള ദീർഘകാല കരാറുകൾ അംഗീകരിക്കുന്നത്, അതായത് നടപ്പാക്കുന്നതിൽ വലിയ പോരായ്മകളുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് 200 മെഗാവാട്ടിന്റെ ഒരു ദീർഘകാല കരാർ സംസ്ഥാനത്തിന് ലഭിച്ചത്. അങ്ങനെ ഈ മുന്നൊരുക്കങ്ങൾ എങ്ങനെ കൃത്യമായി ഇത് വൈദ്യുതി വിതരണം നടത്താം എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള കൂടിയാലോചന നടത്തിക്കൊണ്ടുള്ള ഒരു മുന്നൊരുക്കം വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ സർക്കാർ മാറി അല്ലെങ്കിൽ പുതിയ മന്ത്രി വന്നു എന്നൊക്കെ നമ്മൾ ആ തരത്തിൽ പറയുമ്പോൾ പോലും വൈദ്യുതി വകുപ്പിന് ഇതൊക്കെ അറിയാമായിരുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥർക്കും KSEB വിഭാഗത്തിനുമൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഇത് സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അവർക്ക് ഒരു മുന്നൊരുക്കം നടത്തുന്നതിൽ അവർക്കുണ്ടായിട്ടുള്ള പാളിച്ച നമ്മളിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായി എന്ന് പറയാം. ഇപ്പോൾ ഈ ചൂട് കാരണം രാജ്യത്തെ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും വൈദ്യുതി ആവശ്യകത വലിയ തോതിൽ വർദ്ധിച്ചു. അതുകൊണ്ട് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വൈദ്യുതി ഒന്നും ഇപ്പോൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ ആരെയും പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു മുന്നൊരുക്കത്തിൽ ചെറിയൊരു പാളിച്ച, നമ്മളിപ്പം ഇതൊക്കെ ഒന്ന് നേരത്തെ അറിഞ്ഞും കണ്ടുമൊക്കെ പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നലാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ വരും ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഈ പ്രതിസന്ധി അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല പവർ കട്ട് കുറച്ചധികം ദിവസം കൂടി ഉണ്ടാകുമെന്നും തോന്നുന്നുണ്ട്.